തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരിക്കലൊരു ഗുരു ഇരുട്ടിനെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു. സംസാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ ഇരുട്ടിലാണ്. ഗുരു പറഞ്ഞു, നീ നേരെ പുറത്തേക്ക് നോക്കുക, നീ എന്ത് കാണും? അവൻ നോക്കിയപ്പോൾ ഒരു മരം നേരെ നിൽക്കുന്നത് കണ്ടു. ആ മരം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മരം കാണുന്നു. ഗുരു പറഞ്ഞു, നീ ഇരുട്ടിലാണ്. കുറച്ച് മാറ്റി നിർത്തിയിട്ട് ഗുരു ചോദിച്ചു, നീ ഇപ്പോൾ എന്ത് കാണുന്നു? അവൻ നേരെ നോക്കിയപ്പോൾ അവിടെ ഒരു പശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഞാനൊരു പശുവിനെ കാണുന്നു. ഗുരു പറഞ്ഞു, നീ ഇരുട്ടിലാണ്. കുറച്ചുകൂടി മാറ്റി നിർത്തി ഗുരു പുറത്തേക്ക് നോക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു. ഗുരു ചോദിച്ചു, നീ ഇപ്പോൾ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ കാണുന്നു. ഗുരു പറഞ്ഞു, നീ ഇരുട്ടിലാണ്. അവനൊന്നും മനസ്സിലായില്ല. അവൻ ചോദിച്ചു, ഗുരു, ഞാൻ മനുഷ്യനെയല്ലേ കണ്ടത്, പിന്നെ ഞാൻ എങ്ങനെ ഇരുട്ടിലാവും? ഗുരു പറഞ്ഞു, നീ നേരെ നോക്കുമ്പോൾ അങ്ങ് അകലെ നിൽക്കുന്ന മനുഷ്യൻ നിൻ്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചം നിൻ്റെ മനസ്സിന് എന്നുണ്ടാകുന്നുവോ അന്നാണ് നീ പ്രകാശത്തിലായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നേരെ നോക്കുമ്പോൾ കാണുന്ന എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായിട്ട് കാണാനുള്ള കാഴ്ചയ്ക്ക് വേണ്ടി നീ ഇന്നു മുതൽ പരിശ്രമിക്കുക. അതുപോലെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നീ കാണുന്ന മരവും നീ കാണുന്ന മൃഗങ്ങളുമൊക്കെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിത്തന്ന സാഹോദര്യമുള്ള ജീവജാലങ്ങളാണ് എന്ന് നീ എന്ന് തിരിച്ചറിയുന്നുവോ അന്നാണ് നിനക്ക് വെളിച്ചമുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ വെളിച്ചം മനസ്സിലും നമ്മുടെ കാഴ്ചകളിലും ഉണ്ടാകാൻ, കാണുന്ന മനുഷ്യരെയൊക്കെ സഹോദരങ്ങളായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാഴ്ച, കാണുന്ന പ്രകൃതി ജീവജാലങ്ങളെല്ലാം ദൈവം നമുക്കായി ഒരുക്കി വെച്ച് തന്നിട്ടുള്ള വലിയ സമ്മാനങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു കാഴ്ച നമുക്കുണ്ടാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.